അപ്പോൾ നമ്മുടെ വഴുതനങ്ങ എല്ലാം തന്നെ വിളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ചിലതൊക്കെ ആണെങ്കിൽ മഞ്ഞ കളറാവുന്നുണ്ടായിരുന്നു, പഴുക്കാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ പറിച്ച് വെച്ചത് കൊണ്ട് തന്നെയായിരുന്നു കറി വെക്കുകയും തോരൻ വെക്കുകയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഗ്രോ ബാഗിനകത്തായാലും മണ്ണിൽ നട്ടതും എല്ലാം തന്നെ നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഈ ഗ്രോ ബാഗിനകത്താകുമ്പം പെട്ടെന്ന് പുല്ല് കിളർക്കുമല്ലോ, അപ്പോൾ അതെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്ത് എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് നമ്മുടെ വഴുതനങ്ങയെല്ലാം ഞാൻ പറിച്ചെടുത്തത്. അപ്പോൾ പല തരത്തിലുള്ള വഴുതനങ്ങയുണ്ട്, നീളമുള്ളതും വണ്ണത്തിലുള്ളതും പച്ച കളറിലുള്ളത്, അതുപോലെ തന്നെ നീല കളറുള്ള എല്ലാം പല സൈസിലുള്ള നമ്മുടെ വഴുതനങ്ങ എല്ലാം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം കട്ട് ചെയ്തെടുത്തായിരുന്നു. എന്ന് വെച്ചാൽ ഒരു 1.5 ആഴ്ചയ്ക്ക് മേലെയായി നമ്മൾ പറിച്ചെടുത്തിട്ട്. അത് മാത്രമല്ല നല്ല വെയിലും ആണല്ലോ, അപ്പോൾ എല്ലാം തന്നെ നന്നായിട്ട് വാടാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തപ്പോൾ നമുക്ക് നിറയെ ഒരു മാസത്തിന് മേലെയുള്ള വഴുതനങ്ങ കിട്ടി. കണ്ടില്ലേ, ഇപ്പോൾ ഇതേപോലെ തന്നെ നിറയെ വഴുതനങ്ങ ഉണ്ടായിരുന്നു. 1-2 പയറും കിട്ടിയായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് കിട്ടിയ നമ്മുടെ വഴുതനങ്ങ. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാനുള്ള വഴുതനങ്ങയുണ്ട്. എടുത്ത് വെച്ചപ്പോൾ നമുക്കൊരു ബേസൻ നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.